വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് കുറേ കാലത്തായി ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒന്ന് ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ പോകണമെന്ന്. അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇടയ്ക്ക് നല്ലോണം മഴയുള്ള സമയത്ത് കുറച്ച് ദിവസം അത് ക്ലോസ് ചെയ്തിരുന്നൊക്കെ കേട്ടി. ഇപ്പോൾ അത് ഓപ്പൺ ആണെന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആണെന്നുള്ള പ്രതീക്ഷയിൽ ആ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് വാട്ടർഫാൾസ് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇത് നമ്മൾ വന്ന് മെയിൻ റോഡും ടൗണൊക്കെ കഴിഞ്ഞ് ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഈ വഴി ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ലൊരു ഫോറസ്റ്റിൻ്റെ ഒക്കെ ഒരു പ്രതീതി. കാരണം അത് ഭയങ്കര ഉള്ളിലേക്കാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത്. അപ്പം നമ്മൾ നല്ല പോകുന്ന ആ വഴിയുടെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ ആ വഴി കുറച്ച് എടുത്തതാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഫുള്ള് ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ടൗണിൽ നിന്നൊക്കെ വിട്ട് കുറേ നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്ക് വന്ന് നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ വരിക. ഒരു പെർ ഹെഡ് 50 സംതിങ് ആണ്. പിന്നെ വെഹിക്കിൾ ചാർജ് ഒരു 30 സംതിങ്, അങ്ങനെ തോന്നി, ഞാൻ കറക്റ്റ് ഓർക്കുന്നത്. അങ്ങനെ ചെറിയൊരു എൻട്രി ഫീസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക്, പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് പാർക്കിംഗ് സൗകര്യമൊന്നുമില്ല. റോഡ് സൈഡിൽ നമ്മൾ നോക്കി പാർക്ക് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ വന്നാൽ പാർക്കിംഗ് സൗകര്യം കിട്ടും. നമ്മൾ താമസിച്ച് വരുന്നതനുസരിച്ച് നമ്മൾ റോഡിൻ്റെ താഴോട്ട് ദൂരോട്ട് ഇടേണ്ടി വരും. അങ്ങനെയാണ്, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് പാർക്കിംഗ് സൗകര്യം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ എൻട്രൻസിലേക്ക് പോകാൻ പോകും. നമ്മൾ ഏകദേശം മോർണിംഗ് തന്നെ എത്തിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ദൂരം പോകാതെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്ക് കയറാൻ പോവുകയാണ്. വാട്ടർഫാൾസിലേക്ക് വരുന്ന ആദ്യം നമ്മൾ എൻട്രൻസിൽ നിന്ന് കുറച്ച് നല്ലോണം കയറ്റം കയറണം. പിന്നെ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ കുറേ ഇറങ്ങി പോകണം. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. കാരണം ഈ വാട്ടർഫാൾസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി താഴെ എത്തിക്കഴിയുമ്പം 2 റൂട്ടുണ്ട്. ഒരു റൂട്ട് നമുക്ക് വാട്ടർഫാൾസിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ മാത്രം കാണാൻ, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങി നേരെ മേളിൽ നിന്നുള്ള വ്യൂ കാണുന്ന അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർഫാൾസിലേക്ക് വെള്ളം വരുന്ന ഇതും പിന്നെ അങ്ങനെ മേളിൽ നിന്ന് പോയി താഴേക്കുള്ള വാട്ടർഫാൾസിൻ്റെ വ്യൂ ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാട്ടോ എക്സാക്ട്ലി വാട്ടർഫാൾസിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ. കുറേയൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ മേളിൽ നിന്നുള്ള വ്യൂ. കാരണം താഴേക്കുള്ള വ്യൂ കുറേ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ കുറച്ച് പ്രായമായവരും അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ഇവിടെയും പ്രായമായവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞോളൂ, കുറച്ചൊരു കയറ്റം കയറി വന്ന് കുറച്ചൊരു ഇറങ്ങി വരാനുണ്ട്. എന്നാലും ഒരുവിധം നടക്കാൻ പറ്റുന്നവർക്കൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഈ ടോപ്പ് വ്യൂ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ, 2 വഴിയാണുള്ളത്. ഒന്ന് മേളിൽ നിന്നുള്ള വ്യൂവിന് മാത്രമുള്ളതും, രണ്ടാമത് നമ്മൾ ഈ വാട്ടർഫാൾസിന് തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള വഴിയും. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത് തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള ഈ വഴിയിലൂടെയാണ് പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ താഴേക്ക് ഫുള്ള് കല്ലുകൾ പാകി നമ്മളിങ്ങനെ താഴേക്ക് നടന്നിറങ്ങണം. കുറച്ച് നന്നായിട്ട് നടന്നിറങ്ങാനുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വേലി കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ താഴോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം കുറച്ച് നല്ലോണം ദൂരം താഴേക്ക് നടക്കാനുണ്ട്. കാരണം ഞാൻ കാണിച്ചു തരാം. കണ്ട ആൾക്കാർ ഇങ്ങനെ താഴേക്ക് നടന്ന് പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നുണ്ടാവും. കുറച്ച് നല്ലോണം ദൂരം നടക്കാനുണ്ട്. നന്നായിട്ട് നടക്കാൻ ആരോഗ്യമൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ എക്സാക്റ്റ് വ്യൂ ആസ്വദിക്കാൻ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴത്തെ വ്യൂ ഒന്ന് ആസ്വദിക്കാം.
ഇവിടുത്തെ വ്യൂവിനെ കുറിച്ച് ശരിക്കും എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഇവിടെ. നമ്മളിങ്ങനെ അടുത്തോട്ട് ചെല്ലുന്തോറും നമ്മളൊരു ഹെവി റെയിനിലേക്ക് ചെല്ലുന്ന പോലത്തെ ഒരു ഫീലാണ്. കാരണം അത്രയും ഫോഴ്സിലാണ് ഇവിടെ വെള്ളം വന്ന് ചാടുന്നത്. മേ ബി സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ഈ വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ ആ പാറക്കല്ല് തട്ടിയിട്ട് ഈ വെള്ളം തെറിക്കുന്നത് നല്ല മഴയത്തോട് നമ്മൾ ഇറങ്ങി എങ്ങനെ ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കാരണം ആ വെള്ളം തെറിക്കുന്നതാണ് ഒരു പുക പോലെ അവിടെ ഇങ്ങനെ പറക്കുന്നതായിട്ട് കാണുന്നത്. നമ്മൾ ഈ നിൽക്കുന്നിടത്തോട്ട്, കാരണം എനിക്ക് അത്ര അടുത്തോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ഫുൾ നനഞ്ഞും നമ്മുടെ ക്യാമറയെല്ലാം ഫുള്ള് നനയുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി പുറകെ നിന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതായിട്ട് വാട്ടർഫാൾസ് നമ്മൾ താഴെ എത്തിക്കഴിയുമ്പോൾ ഫുള്ള് സറൗണ്ടിങ് വ്യൂ നമുക്കൊരു വേറെ ഏതോ ഒരു സ്ഥലത്ത് ചെന്നൊരു ഫീലാണ്. കാരണം നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ പോകുന്നൊരു ഫീലൊന്നും വരും. നമ്മൾ ഒരു വാട്ടർഫാൾസ് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരിതുണ്ട്. നമ്മൾ ആ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ കുറേ ഡിഫറെൻ്റാണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ നല്ല മഴയുടെ സമയത്താണ് ഇവിടെ വന്നത്, അതുകൊണ്ടായിരിക്കും. കാരണം ചിലരൊക്കെ പറയുന്നത് കേട്ടു അവർ നേരത്തെയും വന്നിട്ടുണ്ട്, ഇത്രയും മഴയുടെ സമയത്തല്ല വന്നിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഇത്രയൊന്നും ഭംഗി ഉണ്ടായിരുന്നില്ലെന്ന്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ആതിരപ്പള്ളി വാട്ടർഫാൾസ് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹെവി റെയിൻ്റെ ആ ടൈമാണെന്ന്. അപ്പം നമുക്ക് ഈ വാട്ടർഫാൾസ് ശരിക്കും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഈ ഒരു നല്ല ഹെവി റെയിൻ്റെ സമയത്ത് ഈ വാട്ടർഫാൾസ് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നവരെല്ലാം ഒരു പ്രാവശ്യം ഇത് വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയും നല്ലൊരു വെർത്താണ്. നമുക്കൊരിക്കലും അതൊരു കുറച്ച് നടന്നു പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കതൊരു വേസ്റ്റായിട്ട് തോന്നില്ല. അത്രയും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് താഴേക്ക് തിരിച്ച് മേളിലേക്ക് നടക്കുമ്പോഴല്ലോ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മേളിലോട്ട് തിരിച്ച് കയറുമ്പോൾ നമുക്ക് ഒരു വിധത്തിലും കയറി എത്താൻ പറ്റുകയില്ല. നമ്മൾ അത്രയും മടുത്തു പോകും. കാരണം അത്രയും നമുക്ക് തിരിച്ച് കയറാനുണ്ട്. നമ്മൾ ഈ തിരിച്ച് കയറുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നിന്നു എന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. കാരണം അത്രയും നമുക്ക് പറ്റുന്നില്ല. ഒന്നാമത് കാല് വേദന എടുക്കുകയും പിന്നെ നമുക്ക് ഒന്നാമത് താഴേക്ക് നന്നായിട്ട് നടന്നിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത്, അതിൻ്റെ കാലിൻ്റെ വേദനയുണ്ട്. പിന്നെ നമ്മൾ താഴെ നിന്ന് ഫുൾ നനഞ്ഞിട്ടാണ് നമ്മൾ വരിക. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മൾ ഈ എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഈ കുട വിൽക്കുന്നവരെയും റെയിൻകോട്ട് വിൽക്കുന്നവരെയൊക്കെ കാണാം. നന്നായിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ തന്നെ കുടയും റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും നമ്മൾ നനയും. നല്ല മഴയത്ത് ഇറങ്ങിയ ഞങ്ങൾ ഓൾറെഡി കുടയും കൊണ്ടൊക്കെ ആയിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് തൊട്ടടുത്ത് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ തൊട്ടടുത്ത് പോയി വ്യൂ ചെയ്ത സമയത്ത് നമ്മൾ കുടയും കൊണ്ടാണ് അതിൻ്റെ തൊട്ട് താഴെ പോയിട്ടുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ചത്. അത് ശരിക്കും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അത് ശരിക്കും എനിക്കതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് അത്രയും ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയിൽ നമ്മൾ ഇറങ്ങി എങ്ങനെ ഉണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ താഴെ ചെല്ലുമ്പോഴുള്ള ഫീല്. കുടയോ റെയിൻകോട്ടോ ഒന്നുമില്ല, അതിൻ്റെ താഴെ ചെന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമല്ലോ. അത്രയും ഹെവി വാട്ടർഫാളാണ്. പിന്നെ ആദ്യം ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നടക്കാൻ ആരോഗ്യമുള്ളവർക്ക് പ്രായമായവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം താഴോട്ട് ഇറങ്ങണം, മേളിലോട്ട് കയറണം. പിന്നെ ടോപ്പ് വ്യൂയിൽ നിന്ന് കുറച്ച് പേർക്ക് ആസ്വദിക്കാൻ പറ്റും, അതും കുറച്ച് നന്നായിട്ട് നടന്ന് കയറാനുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുള്ളൂ. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്, അതും ഈ നല്ല ഹെവി റെയിൻ്റെ സമയത്ത്. കാരണം ശരിക്കും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.